എല്ലാവർക്കും നമസ്കാരം. ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസത്തിലെ റിയാക്ഷൻ ഇൻ്റർമീഡിയേറ്റ്സ് പാർട്ട് 1 വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. റിയാക്ഷൻ ഇൻ്റർമീഡിയേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് ഫസ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ദേ ആർ ട്രാൻസിയൻറ്റ് സ്പീഷീസ് generated from the reactants reacts further to form products. അതായത് റിയാക്റ്റൻ്റിൽ നിന്ന് ഉണ്ടാവുന്ന വളരെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ട്രാൻസിയൻ്റ് സ്പീഷീസാണ്. അത് പിന്നീട് പ്രൊഡക്ട്സ് ആയിട്ട് മാറും. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ആ ഒരു ഡയഗ്രത്തിൽ ഞാൻ T1 T2 കൊടുത്തിട്ടുണ്ട്. അത് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. അതിൻ്റെ താഴെ ഒരു ആരോ നിങ്ങൾക്ക് കാണാം, ഒരു ഡിപ്പിലാണ് ഞാൻ ഇൻ്റർമീഡിയറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റും റിയാക്ഷൻ ഇൻ്റർമീഡിയേറ്റ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ഇൻ്റർമീഡിയേറ്റിനെക്കാട്ടും സ്റ്റെബിലിറ്റി കുറവാണ്. അതിനെക്കാട്ടും ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിയാക്ഷൻ ഇൻ്റർമീഡിയേറ്റിന് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉണ്ട്. അത് പിന്നീട് പ്രോഡക്റ്റായിട്ട് മാറുന്നു. അതിനെക്കാട്ടും സ്റ്റേബിളായിട്ടുള്ള പ്രോഡക്റ്റായിട്ട് മാറുന്നു. സോ ദേ ആർ ഹൈലി എനർജറ്റിക്, ദേ ആർ വെരി റിയാക്റ്റീവ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഇൻ്റർമീഡിയേറ്റ്സ് ആണ് കാർബോകാറ്റയോൺസ്, കാർബാനയോൺസ്, ഫ്രീ റാഡിക്കൽസ് ആൻഡ് കാർബീൻസ്. ഈ 4 റിയാക്ഷൻ ഇൻ്റർമീഡിയേറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആദ്യത്തത് കാർബോകാറ്റയോൺസ്. സോ കാർബോകാറ്റയോൺസിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഈ സ്ലൈഡിലുള്ളത്. ദെയർ ഹൈബ്രിഡൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. നിങ്ങൾ ആ ഇമേജ് നോക്കുക. ആ ഇമേജിൽ ഒരു മീഥൈൽ കാർബോകാറ്റയോൺ ഉണ്ട്. ആ മീഥൈൽ കാർബോകാറ്റയോണിൻ്റെ ഒരു പി ഓർബിറ്റൽ വേക്കൻ്റ് ആണ്. ആ പി ഓർബിറ്റലും കൂടെ ബോണ്ടിങ് ഏർപ്പെട്ടിരുന്നുവെങ്കിൽ അതൊരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചറായി മാറിയേനെ. അത് ആ പി ഓർബിറ്റലിൻ്റെ 2 ലോബാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഒരു ലിങ്കേജും കൂടെ വന്നിരുന്നെങ്കിൽ അത് ടെട്രാഹെഡ്രൽ ആയേനെ. അത് വേക്കൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി ആയിട്ടുള്ള റെഗുലർ ജോമെട്രി ആയി വരണമെങ്കിൽ നമുക്കറിയാം sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. പ്ലാനാർ ആയിട്ടുള്ള മോളിക്യൂളിനൊക്കെ sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. സോ sp2 ഹൈബ്രിഡൈസേഷൻ, ട്രയാങ്കുലർ പ്ലാനാർ ജോമെട്രി, പിന്നെ അയോൺ വിത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ആറ്റം. ആ കാർബൺ ആറ്റത്തിന് പോസിറ്റീവ് ചാർജാണ്. ദെൻ ഇറ്റ് ഹാസ് 1 പോസിറ്റീവ് കാർബൺ ആറ്റം ആൻഡ് 3 ബോണ്ട്സ്. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ലവിങ് ആണ്. അതുകൊണ്ട് നമ്മളതിനെ ലൂയിസ് ആസിഡ്സ് എന്ന് പറയും. സിൻസ് ഇറ്റ് ഹാസ് എ വേക്കൻറ്റ് പി ഓർബിറ്റൽ, ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് എൻ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സ്പീഷീസ്. സോ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് ഇത് ലൂയിസ് ആസിഡ്സ് ആണ്. അപ്പോൾ കാർബോകാറ്റയോൺസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കാർബൺ ക്യാരിങ് എ പോസിറ്റീവ് ചാർജ്, +3 ബോണ്ട്സ് ഉണ്ടാവും. അത് പ്ലാനാർ ആയിരിക്കും. sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ട്രയാങ്കുലർ പ്ലാനാർ ജിയോമെട്രി ആണ് വരിക. ദേ ആർ ലൂയിസ് ആസിഡ്സ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോകാറ്റയോൺസ്. കാർബോകാറ്റയോൺസിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? സോ ആദ്യത്തത് ഒരു മീഥൈൽ കാർബോകാറ്റയോൺ. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാർബോകാറ്റയോൺ. കാർബണിൽ 3 ബോണ്ടിലും ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, പ്ലസ് ഒരു വേക്കൻറ്റ് പി ഓർബിറ്റൽ, കാർബൺ ഹാവിങ് എ പോസിറ്റീവ് ചാർജ്. ഇനി ഞാൻ ആ ഹൈഡ്രജനെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യത്തെ സ്ട്രക്ചർ നോക്കുക. ഇവിടെ എങ്ങനെയാണ്? ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു R ഗ്രൂപ്പ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു ഹൈഡ്രജനെ ഞാൻ മാറ്റുന്നു. സോ RCH2+ ടൈപ്പിലുള്ള ഒരു കോമ്പൗണ്ട് കിട്ടുന്നു. ഇതാണ് പ്രൈമറി കാർബോകാറ്റയോൺ. ഈഥൈൽ കാറ്റയോൺ എന്ന് പറയുന്നത് പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. അടുത്ത സ്ട്രക്ചർ നോക്കുക. അവിടെ ഞാൻ
ഒരു ഹൈഡ്രജനെയും കൂടെ 6 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ നിങ്ങൾ ആ ഗ്രീൻ കളറിലുള്ള 6 എന്ന് പറയുന്നത് സെക്കൻഡ് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. സോ അങ്ങനെ 2 ഹൈഡ്രജൻസിനെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ ഫോർമുല R2CH+ എന്നുള്ളൊരു ഫോർമുല കിട്ടും. അതിന് എക്സാമ്പിളാണ് ഐസോപ്രൊപ്പൈൽ കാറ്റയോൺ. ഈ R2CH+ ടൈപ്പിൽ വരുന്ന കാർബോകാറ്റയോണിനെ പറയുന്ന പേരാണ് സെക്കൻഡറി കാർബോകാറ്റയോൺ. ഇഫ് ഓൾ ദ 3 ഹൈഡ്രജൻസ് ആർ റീപ്ലേസ്ഡ് ബൈ alkyl group, then it is called tertiary carbocations. Example, tertiary butyl cation. So classification of carbocation നമ്മൾ ഹൈഡ്രജൻസിനെ ഓരോന്നിനെയായിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തത് പ്രൈമറി കാർബോകാറ്റയോൺ, രണ്ടാമത്തത് സെക്കൻഡറി കാർബോകാറ്റയോൺ, മൂന്നാമത്തത് ടേർഷ്യറി കാർബോകാറ്റയോൺ. ഇതിലൊക്കെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ നമ്പറിലുള്ള വ്യത്യാസം മാത്രമാണുള്ളത്. ബാക്കിയുള്ള എല്ലാ ഫീച്ചറും സെയിം തന്നെ. sp2 ഹൈബ്രിഡൈസേഷനാണ്, ട്രയാങ്കുലർ പ്ലാനാർ ജിയോമെട്രിയാണ്, ഇങ്ങനെയുള്ളതൊക്കെ സെയിം തന്നെ. പക്ഷേ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ദെൻ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺസ്. റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺസ്. ഏത് കാർബോകാറ്റയോൺസിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതലായിട്ട് ഉണ്ടാവുക? സോ ഇവിടെ കാർബോകാറ്റയോൺസിൻ്റെ സ്റ്റെബിലിറ്റി കുറയാൻ കാരണം ഏതൊരു മോളിക്യൂളിനും ചാർജ് ഉണ്ടെങ്കിൽ അത് ആ ചാർജ് പോക്കാൻ ശ്രമിക്കും. ആ ചാർജ് പോക്കിയിട്ട് ന്യൂട്രലൈസ് ചെയ്തിട്ട് അത് ചാർജ് ഒഴിവാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ ആ പോസിറ്റീവ് ചാർജ് കാർബോകാറ്റയോൺ ഉള്ളത് കൊണ്ടാണ് അത് അൺസ്റ്റേബിളായി മാറുന്നത്. സോ ആ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സോ അതാണ് ആ ഫസ്റ്റ് പോയിന്റ് വായിക്കുക. എനി സ്ട്രക്ചറൽ ഫാക്ടർ ദാറ്റ് ഡിസ്പേഴ്സ് ദ പോസിറ്റീവ് ചാർജ് ഓഫ് കാർബൺ ടെൻസ് ടു സ്റ്റെബിലിറ്റി. ആ പോസിറ്റീവ് ചാർജിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ ഫാക്ടർ ഉണ്ടെങ്കിൽ ആ കാർബൺ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എനി സ്ട്രക്ചറൽ ഫാക്ടർ ദാറ്റ് ഇൻറ്റൻസിഫൈ ദ പോസിറ്റീവ് ചാർജ് ഓഫ് കാർബൺ, അതായത് ഏതെങ്കിലും ഒരു സ്ട്രക്ചറൽ ഫാക്ടർ അത് ആ പോസിറ്റീവ് ചാർജ്, കാർബണിൻ്റെ പോസിറ്റീവ് ചാർജിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ചാർജിനെ കുറയ്ക്കുന്നതിന് പകരം, ആ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് പകരം ആ ചാർജിനെ കൂട്ടാനാണ് ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് കാർബൺ ടെൻസ് ടു ഡീസ്റ്റെബിലിറ്റി. അപ്പോൾ ചാർജിനെ കൂട്ടുന്ന ആൾക്കാർ അത് ഡീസ്റ്റെബിലൈസ് ചെയ്യും. ചാർജിനെ ന്യൂട്രലൈസ് ചെയ്ത് ചാർജ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ സ്റ്റെബിലിറ്റിക്ക് പോകും. സോ നമുക്കറിയാം നമ്മളുടെ കാർബോകാറ്റയോണിന് പോസിറ്റീവ് ചാർജാണ്. സോ ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് കൊടുത്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കും. സോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഇൻക്രീസസ് സ്റ്റെബിലിറ്റി. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിലോ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബണിൻ്റെ അടുത്തുനിന്ന് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ കാർബണിൻ്റെ അടുത്ത് കൂടുതൽ പോസിറ്റീവ് ചാർജാണ് വരിക. അതൊരിക്കലും സ്റ്റെബിലൈസ് ചെയ്യില്ല. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഡിക്രീസസ് ദ സ്റ്റെബിലിറ്റി ഫാക്ടർ. സോ ഇനി നമ്മൾ സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് ആൽക്കൈൽ കാറ്റയോൺസ് നോക്കാം. ആൽക്കൈൽ കാർബോകാറ്റയോൺസ് നോക്കാം. ആൽക്കൈൽ കാറ്റയോൺസ് എന്നല്ല, ആൽക്കൈൽ കാർബോകാറ്റയോൺസ് ആണ്. ഞാൻ അവിടെ എഴുതിയതിലുള്ള മിസ്റ്റേക്കാണ്. സോ 4 കാർബോകാറ്റയോൺസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ, അടുത്തത് ഏതാണ്, ഐസോപ്രൊപ്പൈൽ കാർബോകാറ്റയോൺ, ഈഥൈൽ കാർബോകാറ്റയോൺ, മീഥൈൽ കാർബോകാറ്റയോൺ. ഇവിടെ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക? ഞാൻ ആ സ്റ്റെബിലിറ്റിയുടെ ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് ആ ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ ഈസ് ഹാവിങ് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ദാൻ ഐസോപ്രൊപ്പൈൽ കാർബോകാറ്റയോൺ, ദാൻ ഈഥൈൽ കാറ്റയോൺ, ദാൻ മീഥൈൽ കാറ്റയോൺ. എന്തുകൊണ്ടാണ് ഈ സ്റ്റെബിലിറ്റി ഓർഡർ ഉണ്ടാവുന്നത്? 2 കാരണങ്ങളാണ്. ഒന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റ്,
രണ്ടാമത്തത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. ഈ രണ്ട് എഫക്റ്റുകളും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇലക്ട്രോൺ റിലീസിങ് ഇൻഡക്റ്റീവ് എഫക്റ്റാണ് ഒരു കാരണം. സോ ഇവിടെ ആ ഇമേജ് നോക്കുക. ഇവിടെ ഞാൻ നേരത്തെ എഴുതിയതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എഴുതിയത്. മീഥൈൽ കാർബോകാറ്റയോൺ ആദ്യമാണ് എഴുതിയത്. അതാണ് ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ്. രണ്ടാമത്തെ സ്റ്റെബിലിറ്റി ഉള്ളത് പ്രൈമറി കാർബോകാറ്റയോൺ, അതായത് ഒരു ആറുള്ളത്. മൂന്നാമത്തത് 2 ആറുള്ളത് സെക്കൻഡറി. നാലാമത്തത് 3 ആറുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. ഇതിൻ്റെ ഒരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞ ഇലക്ട്രോൺ റിലീസിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. എന്താണ് ഇതിൻ്റെ കാരണം? ഞാൻ പറഞ്ഞു, ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രൽ ആക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടുക. ഇനി ഞാൻ ചോദിക്കട്ടെ, ആർ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ സവിശേഷത എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് നേച്ചർ. ആൽക്കൈൽ ഗ്രൂപ്പിന് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പ്ലസ് ഐ എഫക്റ്റ് ആണുള്ളത്. അതാണ് അവിടുത്തെ പോയിന്റ്, പ്ലസ് ഐ എഫക്റ്റ് ആണ്. സോ ആദ്യത്തെ കോമ്പൗണ്ട് നോക്കുക, മീഥൈൽ കാർബോകാറ്റയോൺ. അതിൽ പ്ലസ് ഐ എഫക്റ്റുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 3 ഹൈഡ്രജൻസ് മാത്രമാണുള്ളത്. രണ്ടാമത്തതിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആ ആൽക്കൈൽ ഗ്രൂപ്പ് അത് ഇലക്ട്രോൺ അതിന് കഴിയുന്നത്ര അത് പോസിറ്റീവ് കാർബണിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഒരു ഗ്രൂപ്പ് മാത്രം. അടുത്തത് നോക്കൂ, അടുത്തത് 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അത് ഇലക്ട്രോൺ റിലീസിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് മുന്നത്തേതിനേക്കാളും കൂടുതലാണ് ഇവിടേക്ക്. സോ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. മൂന്നാമത്തത് നോക്കൂ, മൂന്നാമത്തത് 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആ 3നും പ്ലസ് ഐ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ആ 3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് നടുവിലുള്ള പോസിറ്റീവ് കാർബണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് ടേർഷ്യറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി, ദാൻ പ്രൈമറി, ദാൻ മീഥൈൽ കാർബോകാറ്റയോൺ. ഓക്കെ, അടുത്തത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മുന്നേ മൾട്ടിപ്പിൾ ബോണ്ട് വരുന്നതും അതിൻ്റെ ബീറ്റ കാർബണിലുള്ള ആ ഒരു ഹൈഡ്രജൻ, ആ ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടിങ് ആണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ നോ ബോണ്ട് റെസനൻസ് ആണ്, ബോണ്ടില്ലാത്ത റെസനൻസ്. ഇവിടെ നോക്കാം. സോ കാർബോകാറ്റയോണിൻ്റെ കാർബൺ ഇതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ, ആൽഫ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ, ഈ ബോണ്ടാണ് നമുക്കിവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ പോകുന്നത്. സോ അവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് വന്നു, H+ ആയി. അതായത് ഈ H+ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കാർബണിലുള്ള പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിച്ചു. ആ പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്യിപ്പിച്ചു. അടുത്ത കേസിൽ തൊട്ടടുത്തുള്ള ഹൈഡ്രജൻ ആ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്ത്, അതായത് മുന്നേ ഫോം ചെയ്ത പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് ആദ്യം ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജിനെ അത് ജസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് ഫ്ലോ ചെയ്യിപ്പിച്ചു. ഓക്കെ, അതായത് ആ ചാർജിനെങ്ങനെ നമ്മൾ ഫ്ലോ ചെയ്യിപ്പിക്കുകയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. ഇത് ഒരു സ്റ്റെബിലിറ്റി ഫാക്ടറാണ്. ഓക്കെ, ഉള്ള ചാർജിനെ നമ്മൾ മാക്സിമം അതിനെ ത്രൂ ഔട്ട് ദ മോളിക്യൂൾ നമ്മൾ കൊണ്ടുവരാൻ, ഒരു ഫ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ, ഡീലോക്കലൈസേഷൻ പറ്റുവാണെങ്കിൽ നമുക്കവിടെ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു. അതായത് ആ പോസിറ്റീവ് ചാർജുള്ള കാർബണിൻ്റെ പോസിറ്റീവ് ചാർജിനെ ബാക്കിയുള്ള പല പല ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആ പോസിറ്റീവ് ചാർജിനെ ഷെയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യണത്. ഓക്കെ, സോ അങ്ങനെ ആവുമ്പോൾ ഇവിടെ ആദ്യത്തെ സ്ട്രക്ചർ നോക്കുക. ഇവിടെ C+RR, ഒരു CH3നെ ഞാനിവിടെ കാണിച്ചു. ആ ഒരൊറ്റ CH3, ആ ഒരൊറ്റ ആൽക്കൈൽ ഗ്രൂപ്പ്, ആ CH3ക്ക് 3 ഇതേപോലുള്ള, അതായത് 3 ഹൈഡ്രജൻ ഇല്ലേ, അതുകൊണ്ട് 3 ഹൈപ്പർ കോൺജുഗേഷൻ പറ്റും ഒരു ആൽക്കൈൽ ഗ്രൂപ്പിന്. അപ്പോൾ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ 6 ഹൈപ്പർ കോൺജുഗേഷൻ പറ്റും. 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അവിടെ 9 ഹൈപ്പർ കോൺജുഗേഷൻ പറ്റും.
അതുകൊണ്ടാണ് ടേർഷ്യറി കാർബോകാറ്റയോൺ അവിടെ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് 9 ഹൈപ്പർ കോൺജുഗേഷൻ പറ്റും, അതുകൊണ്ട് മോർ സ്റ്റേബിൾ. രണ്ടാമത്തത് സെക്കൻഡറി കാർബോകാറ്റയോൺ ആയിട്ടുള്ള നമ്മുടെ ഐസോപ്രൊപ്പൈൽ കാർബോകാറ്റയോണിൻ്റെ കാര്യം നോക്കുക. അവിടെ എന്താണ്, 2 CH3 ഗ്രൂപ്പ് ഉണ്ട്. ഓരോ CH3 ഗ്രൂപ്പും 3 വീതം 6 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കും. അതുകൊണ്ട് 6 സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് ഇതിന് അടുത്ത സ്റ്റെബിലിറ്റി. അടുത്തതിൽ ഒരു ഈഥൈൽ കാർബോകാറ്റയോണിന് ഒരു CH3 ഗ്രൂപ്പേ ഉള്ളൂ, അതിന് 3 ഹൈപ്പർ കോൺജുഗേഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ, അതുകൊണ്ട് അത് മൂന്നാമത്തെ സ്റ്റേബിൾ. ദെൻ അവസാനത്തത് മീഥൈൽ കാർബോകാറ്റയോൺ. അതിൽ എന്താണ് പ്രത്യേകത, അതിൽ CH3 ഗ്രൂപ്പ് ഒന്നുമില്ല, കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു 3 ഹൈഡ്രജൻ ഓൺലി. അങ്ങനെ ആകുമ്പം അതിൻ്റെ ആ പോസിറ്റീവ് ചാർജിനെ ഹൈപ്പർ കോൺജുഗേഷൻ വഴി സ്പ്രെഡ് ചെയ്യിക്കാൻ പറ്റില്ല ചാർജിനെ. സോ ആദ്യത്തെ കേസിൽ ഈ ടേർഷ്യറി കാർബോകാറ്റയോൺ അല്ലെങ്കിൽ ടേർഷ്യറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോണിന് 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അടുത്തത് ഐസോപ്രൊപ്പൈലിന് 6 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. ഈഥൈൽ കാർബോകാറ്റയോണിന് 3 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. സോ മാക്സിമം ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ഉള്ള മാക്സിമം ഹൈപ്പർ കോൺജുഗേഷനുള്ള ആള് മാക്സിമം സ്റ്റേബിൾ. ഓക്കെ, സോ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ, ആൽക്കൈൽ കാർബോകാറ്റയോൺസ് ഡിപ്പെൻഡ്സ് അപ്പോൺ 2 effects, that is plus I effect and hyperconjugation effect. Then അടുത്തത് stability of unsaturated carbocations and carbocations containing one or more phenyl group. ഓക്കെ, സോ ഇവിടെ നോക്കാം. ആദ്യത്തത് അൺസാച്ചുറേഷൻ എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് അല്ലാതെ മോർ ദാൻ 1 ബോണ്ട് വരുന്നത്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്നത്. സോ ഇവിടെ അല്ലൈൽ കാർബോകാറ്റയോൺ ആണ് ആദ്യം കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ. സോ അല്ലൈൽ കാർബോകാറ്റയോൺ അതായത് CH2 ഡബിൾ ബോണ്ട് CH പ്ലസ് ഒരു C പ്ലസും കൂടെ വരും, ഒരു CH2 പ്ലസും കൂടെ വരും. അതായത് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 പ്ലസ്, ഇതാണ് അല്ലൈൽ കാർബോകാറ്റയോൺ. ഈ പോസിറ്റീവ് ചാർജിനെ നമുക്ക് ഈ മോളിക്യൂളിൽ സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ലേ? പോസിറ്റീവ് ചാർജിന് തൊട്ടടുത്ത് തന്നെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ആ ഡബിൾ ബോണ്ടിൽ നിന്ന് പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഒരു ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പോസിറ്റീവ് ചാർജിനെ തൊട്ടപ്പുറത്തെ ഭാഗത്തുള്ള കാർബണിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ചാർജ് സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ, ഡീലോക്കലൈസേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് സ്റ്റേബിൾ ആണ്. ദെൻ അടുത്ത എക്സാമ്പിൾ നോക്കുക, ഫിനൈൽ ഗ്രൂപ്പുള്ള ആൾക്കാരാണ്. സോ ഇവിടെ ബെൻസൈൽ കാർബോകാറ്റയോണിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളിവിടെ റെസനൻസ് സ്ട്രക്ചറൊക്കെ ഇതിനു മുമ്പ് നമ്മൾ വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഈ CH2 ഗ്രൂപ്പിലുള്ള പോസിറ്റീവ് ചാർജിനെ താഴെ ഉള്ള കോൺജുഗേറ്റഡ് ആയിട്ടുള്ള കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ് ഇതുള്ളത് അല്ലേ, ആൾട്ടർനേറ്റീവ് സിംഗിൾ ആൻഡ് ഡബിൾ ബോൺസ് ആണ്. അതിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ, ഞാനിവിടെ വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഏതൊരു ഇമേജിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. ഇവിടെ ബെൻസീൻ റിങ്ങിൻ്റെ ഡബിൾ ബോണ്ട് തൊട്ട് അപ്പുറത്തെ ഭാഗത്താണ് വരിക കേട്ടോ. അത് നിങ്ങൾ ഈ രണ്ടാമത്തെ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. എന്തു തന്നെയാണെങ്കിലും ആ പോസിറ്റീവ് ചാർജിനെ നമ്മൾ റിങ്ങിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലൊക്കെ നമുക്ക് ആ പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഇവിടെ ഫലത്തിൽ CH2 ആ മേലുള്ള കാർബണിൻ്റെ പോസിറ്റീവ് ചാർജിനെ നമ്മൾ ത്രൂ ഔട്ട് ദ മോളിക്യൂൾ ഡീലോക്കലൈസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴെയുള്ള ഓർഡർ ഒന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ മോളിക്യൂൾ നോക്കുക, അവിടെ C6H5 ത്രൈസ് C+, അതായത് 3 ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. അടുത്തതിൽ 2 ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. മൂന്നാമത്തതിൽ 1 ഫിനൈൽ ഗ്രൂപ്പേ ഉള്ളൂ. ഇവിടെ എന്തുകൊണ്ടാണ് 3 ഫിനൈൽ ഗ്രൂപ്പ് ഉള്ളതിന് മോർ സ്റ്റെബിലിറ്റി വരാൻ കാരണം ഓരോ ഫിനൈൽ ഗ്രൂപ്പിലേക്ക് നമുക്ക് ചാർജ് സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മേലുള്ള എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അപ്പോൾ അതേപോലെ 3 ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാർബൺ
ഈ കാർബണിൻ്റെ മുകളിലുള്ള പോസിറ്റീവ് ചാർജിനെ 3 ഫിനൈൽ ഗ്രൂപ്പിലേക്കും നമുക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ പറ്റും, മാക്സിമം സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അടുത്ത എക്സാമ്പിളിൽ എന്താണ്, 2 ഫിനൈൽ ഗ്രൂപ്പിലേക്ക് നമുക്ക് റിങ്ങിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അടുത്തത് 1 ഫിനൈൽ ഗ്രൂപ്പിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. സോ മാക്സിമം ഡീലോക്കലൈസേഷൻ എവിടെയാണ് വരുന്നത്, ആദ്യത്തെ കേസിൽ. സോ C6H5 thrice C plus is more stable than C6H5 CH plus C6H5 twice CH plus than C6H5 CH2 plus. Then reactions of carbocations. So ആദ്യത്തെ റിയാക്ഷൻ കോമ്പിനേഷൻ വിത്ത് എ ന്യൂക്ലിയോഫൈൽ ഓർ ലൂയിസ് ബേസ്. നമ്മുടെ കാർബോകാറ്റയോൺ ലൂയിസ് ആസിഡ് ആണ്. ദെൻ ഒരു ലൂയിസ് ബേസ് ആയിട്ടുള്ള ഒരു OH- വരികയാണെങ്കിൽ നമുക്ക് ഇത് ആക്ച്വലി ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ 2 തരത്തിലുണ്ട്, SN1 ഉണ്ട്, SN2 ഉണ്ട്. സോ ഇവിടെ അതൊന്നും ജസ്റ്റ് ബോദർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് ഓൾറെഡി കാർബോകാറ്റയോൺ ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് നിങ്ങൾ OH- സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രയാങ്കുലർ പ്ലാനർ ആയിട്ടുള്ള ഈ ഒരു കാർബോകാറ്റയോൺ ടെട്രാഹെഡ്രൽ ആയിട്ടുള്ള ഈ ഒരു സ്പീഷീസായിട്ട് മാറുന്നു. ഓക്കെ, ജസ്റ്റ് ആഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ദെൻ എലിമിനേഷൻ ഓഫ് എ പ്രോട്ടോൺ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ബേസാണ്. ഓക്കെ, ആ ബേസ് വരുമ്പം ബേസിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഡീപ്രോട്ടോണേറ്റിംഗ് ഏജൻ്റാണ്. ഡീപ്രോട്ടോണേറ്റിംഗ് ഏജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ. സോ ഇവിടെ ബേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബേസിന് ഈ ആരോയിൽ കാണിച്ചിരിക്കുന്ന പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പ്രോട്ടോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, പ്രോട്ടോൺ H+ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോണ്ടിലുള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് കാർബണിൻ്റെ അടുത്തേക്ക് മാറി കാർബണിന് നെഗറ്റീവ് ചാർജ് വരും അല്ലേ. H-നെ H+ ആയിട്ട് ബേസ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബൺ ബിക്കംസ് നെഗറ്റീവ്. ആ നെഗറ്റീവും പോസിറ്റീവും കൂടെ നമുക്ക് ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഒരു ഡബിൾ ബോണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ പ്രോട്ടോണിനെ ബേസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ചെയ്യുന്നത് എന്താണ്, ഒരു ആൽക്കീനാണ് നമുക്ക് റിസൾട്ട് ചെയ്യുക. കാര്യം മനസ്സിലായോ? ബേസ് വന്നിട്ട് ഡീപ്രോട്ടോണേഷൻ നടത്തുന്നു, അതായത് ബേസ് H+ എടുക്കുന്നു. സോ CH ബോണ്ടിൽ നിന്ന് H+ എടുത്തിട്ട് അതിലുള്ള ആ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് കാർബണിൻ്റെ അടുത്തേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കാർബണും തൊട്ടടുത്തുള്ള ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബോകാറ്റയോണിലെ കാർബണും തമ്മിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈഥൈൽ കാർബോണിയം അയോൺ. കാർബോകാറ്റയോണിന് നമ്മൾ കാർബോണിയം അയോൺ എന്നിട്ടൊരു പേരും കൂടെ ഉണ്ട്. സോ ഇവിടെ OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ OH ഗ്രൂപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ OH ഗ്രൂപ്പ് CH3-ലുള്ള, അതായത് പോസിറ്റീവ് കാർബണിൻ്റെ ആ ഹൈഡ്രജനെ അല്ല, അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണിലെ ഹൈഡ്രജനെയാണ് അറ്റാക്ക് ചെയ്യുക. ആ OH- ബേസ് CH3-ലുള്ള ഒരു ഹൈഡ്രജൻ ഒരു പ്രോട്ടോണിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, CH2 ഡബിൾ ബോണ്ട് CH2, ഒരു ആൽക്കീൻ കിട്ടി, ഒരു എത്തീൻ കിട്ടി, പ്ലസ് OH- H+ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാട്ടർ മോളിക്യൂളും കിട്ടി. ദെൻ അടുത്തത് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ. റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഒരു എലമെൻറ്റ്, ഒരു ആറ്റമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അതിൻ്റെ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയാം. ഇവിടെ 2 തരത്തിലുള്ള റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻസ് ആണുള്ളത്. ഒന്ന് 1,2 ഹൈഡ്രൈഡ് ഷിഫ്റ്റ്, അതായത് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക് ഹൈഡ്രൈഡ് ഷിഫ്റ്റ് ആവുക. ഹൈഡ്രൈഡ് എന്ന് പറയുമ്പം H- ഫസ്റ്റ് കാർബണിൽ നിന്ന് തൊട്ടടുത്തുള്ള കാർബണിലേക്ക് സെക്കൻഡ് കാർബണിലേക്ക് ഷിഫ്റ്റ് ആവുന്നതാണ് 1,2 ഹൈഡ്രൈഡ് ഷിഫ്റ്റ്. ദെൻ അടുത്ത ഒരു റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 1,2 മീഥൈൽ ഷിഫ്റ്റാണ്. അതായത് ഒരു കാർബണിൽ നിന്ന് മീഥൈൽ ഗ്രൂപ്പ് തൊട്ടടുത്ത കാർബണിലേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ, സോ നമുക്ക് ആദ്യം 1,2 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നോക്കാം. സോ
ഡീഹൈഡ്രേഷൻ ഓഫ് ബ്യൂട്ടാൻ 1-ol. ബ്യൂട്ടനോളിൻ്റെ ഡീഹൈഡ്രേഷനാണ് നമ്മൾ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്ട്രക്ചർ ബ്യൂട്ടാൻ 1-ol ആണ്. ഇതിനെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റാണ്. സോ ഒരു H+ ആസിഡ് അത് ഞാൻ കൊടുത്തു. H+ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ H+ ഈ OHനെ പോയി അറ്റാച്ച് ചെയ്തിട്ട് H2O+ ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ OH2+ ആയിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പം അവിടേക്ക് തൊട്ടടുത്ത കാർബണിൽ നിന്നൊരു ഇലക്ട്രോൺ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറായിട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, അതാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യുന്നതാണല്ലോ ഡീഹൈഡ്രേഷൻ. ഇതെങ്ങനെ നടക്കും? ഓക്കെ, സോ ഇവിടെ എങ്ങനെ നടക്കുന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇവിടെ H2O മോളിക്യൂൾസ് തൊട്ടടുത്തുള്ള CH2വിൽ നിന്ന് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് H2O ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോൺ കൊടുക്കുന്നത് ആ കാർബണിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അതായത് H2O+ അടുത്തുള്ള കാർബണിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ആ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ആ മോളിക്യൂൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുക. ഈ പ്രൈമറി കാർബോകാറ്റയോൺ ലെസ് സ്റ്റേബിൾ ആണ്. അതിനെ നമുക്ക് 2 രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യാം. ഒന്നാമത്തത് തൊട്ടടുത്തുള്ള ഹൈഡ്രജനിൽ നിന്ന് ആ ഹൈഡ്രജനെ നമ്മൾ പ്രോട്ടോണായിട്ട് ലീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 എന്നുള്ള ഒരു ആൽക്കീൻ കിട്ടും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് വാട്ടർ ഡീഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു CH2+ കിട്ടി. ആ CH2+ൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്നൊരു ഹൈഡ്രജൻ പ്രോട്ടോണിനെ ലീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞിട്ടുള്ള But1ene കിട്ടി. ഇത് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഹൈഡ്രജൻ, അതായത് കാർബോകാറ്റയോൺ ആ പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന കാർബണിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിൻ്റെ ഹൈഡ്രജൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നത് പ്രോട്ടോൺ ആയിട്ടല്ല, ശ്രദ്ധിക്കുക, ഹൈഡ്രൈഡ് ആയിട്ടാണ്, H- ആയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ തൊട്ടടുത്തുള്ള 2 കാർബണിലുള്ള ഒരു ഹൈഡ്രജൻ പോസിറ്റീവ് കാർബണിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹൈഡ്രൈഡ് വന്ന് ചേരുന്ന സ്ഥലം CH3 ആയിട്ട് മാറും. ഹൈഡ്രൈഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാർബൺ പോസിറ്റീവ് ചാർജായിട്ട് മാറും. ഒന്നും കൂടെ പറയാം. പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്ക് തൊട്ടടുത്തുള്ള കാർബണിലുള്ള ഹൈഡ്രജൻ ഹൈഡ്രൈഡായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ H- ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ H- ഈ ബോണ്ട് ബ്രേക്ക് H- ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ പോസിറ്റീവ് ചാർജ് ആവും. സോ കാർബോകാറ്റയോണിലെ കാർബണിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക് പോസിറ്റീവ് ചാർജിനെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിനെക്കൊണ്ട് എന്താണ് കാര്യം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഹൈഡ്രജൻ എലിമിനേഷൻ നടക്കുന്നത് അടുത്ത കാർബണിലായിരിക്കും, അതായത് ഇതിൻ്റെ 3ാമത്തെ കാർബണിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഹൈഡ്രജൻ പ്രോട്ടോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സെൻട്രലായിരിക്കും ഡബിൾ ബോണ്ട് കിട്ടുക. സോ CH3 CH ഡബിൾ ബോണ്ട് CH3. സോ നമ്മൾ സെയ്റ്റ്സഫ് റൂളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ക്രൗഡഡ് ആയിട്ടുള്ള ആൽക്കീൻസ് ആയിരിക്കും മോർ സ്റ്റേബിൾ ദാൻ ലെസ് ക്രൗഡഡ് ആൽക്കീൻ. സോ ഇവിടെ ഇതായിരിക്കും മോർ ക്രൗഡഡ് ദാൻ But1ene. സോ മോർ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 1,2 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടക്കുന്നത്. സോ നമുക്ക് മേജർ പ്രോഡക്റ്റായിട്ട് But2ene മൈനർ പ്രോഡക്റ്റായിട്ട് But1ene കിട്ടുന്നു.
അടുത്ത റിയാക്ഷൻ ഇതേപോലെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി തന്നെയാണ് മീഥൈൽ ഷിഫ്റ്റ് നടക്കുന്നത്. സോ ഇതിൻ്റെ എക്സാമ്പിൾ ഡീഹൈഡ്രേഷൻ ഓഫ് 3,3-dimethyl butane 2-ol. സോ ഇതാണ് 1, 2, 3 കാർബണിൽ ഇത് 2 മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് 3,3-dimethyl എന്ന് പറയുന്നത്. 3,3-dimethyl ബ്യൂട്ടാൻ സെക്കൻഡ് പൊസിഷനിലാണ് OH ഗ്രൂപ്പ് ഉള്ളത്, ബ്യൂട്ടാൻ 2-ol. അതിൻ്റെ ഡീഹൈഡ്രേഷൻ. സോ അഗെയിൻ ആസിഡുമായിട്ട് H+ആയിട്ട് റിയാക്ട് ചെയ്തു. ഇനി നിങ്ങൾക്കറിയാം ആ H+ എവിടേക്ക് പോവും? OHൻ്റെ അടുത്തേക്ക് പോവും. എന്നിട്ട് OH2+ ആയിട്ട് നിൽക്കും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അത് വാട്ടറായിട്ട് ലീവ് ചെയ്യും. വാട്ടറായിട്ട് ലീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? വാട്ടറായിട്ട് ലീവ് ചെയ്യണമെങ്കിൽ ആ ബോണ്ട് ബ്രേക്ക് ആവുന്നത് നെഗറ്റീവ് ചാർജ് അതിൻ്റെ അടുത്തേക്ക് പോകണം. എന്നാലല്ലേ OH2+നെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ബോണ്ടിലുള്ള ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തൊട്ടടുത്തുള്ള കാർബൺ ബിക്കംസ് പോസിറ്റീവ് കാർബോകാറ്റയോണായി. ഇനി കാർബോകാറ്റയോൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള കാർബണിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് CH3 ഡബിൾ ബോണ്ട് CH2 ആയിട്ടുള്ള ഒരു ആൽക്കീനാണ് കിട്ടുക. ദാറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെസ് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു കാർബീനാണ് കിട്ടുക. ഇത് ഒഴിവാക്കാൻ നമുക്ക് മോർ ക്രൗഡഡ് ആയിട്ടുള്ള ആൽക്കീനെ കിട്ടാൻ നമ്മൾക്ക് എന്ത് ചെയ്യണം? തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മീഥൈൽ ഗ്രൂപ്പിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. മീഥൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് മീഥൈൽ ആനയോണായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, മീഥൈൽ കാറ്റയോൺ അല്ല, മീഥൈൽ ആനയോണായിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. മീഥൈൽ ആനയോണായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ CH3- ഇവിടുന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർബൺ പോസിറ്റീവായിട്ട് മാറും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കാർബൺ പോസിറ്റീവ് ആവുന്നത് എന്തുകൊണ്ട്? മീഥൈൽ ആനയോൺ വരുന്നത് കൊണ്ട്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർബണിനെ ശ്രദ്ധിച്ചോ, ഈ കാർബണിലുള്ള ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനിടയിൽ ഒരു ഡബിൾ ബോണ്ട് വരും. അങ്ങനെയാകുമ്പം മോർ ക്രൗഡഡ് ആയിട്ടുള്ള ആൽക്കീനെ നമുക്ക് കിട്ടും. സോ 2,3-dimethyl but 2E എന്ന് പറയുന്ന മോർ ക്രൗഡഡ് ആയിട്ടുള്ള ആൽക്കീനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1,2 മീഥൈൽ ഷിഫ്റ്റ് നടത്തുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ കാർബോകാറ്റയോൺസ് കഴിഞ്ഞു. അടുത്ത ഒരു റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റുമായിട്ട് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നമുക്ക് കാണാം.